അതിനാണ് നമ്മൾ പല തവണയായിട്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം, അതുപോലെ തന്നെ പലതരത്തിൽ ജാതീയപരമായിട്ടുള്ള ഐത്തങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രഹന ഫാത്തിമയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നമ്മൾ ആക്ടിവിസം കാണിക്കാനല്ല ശബരിമലയിലേക്ക് പോകേണ്ടത്, വിശ്വാസികൾക്ക് പോവാം, അല്ലാതെ ആക്ടിവിസം കാണിക്കാനല്ല പോകേണ്ടത് എന്നൊരു ചർച്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഡീഷയിൽ നിന്നാണ് പുതിയൊരു വാർത്ത വരുന്നത്. ഒഡീഷയിലെ ജിജിപ്പൂരിലുള്ള ബിരാജ് ക്ഷേത്രം, ആ ബിരാജ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഫോറിനേഴ്സിന് കടക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പരിഗണിക്കുന്ന ഒരു ക്ഷേത്രമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക്, പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ പരിമിതികളുണ്ട്. അത് അവിടുത്തെ ഒരു എന്താണ് ഒരു നാട്ടിലെ ഒരു ആചാരമോ അല്ലെങ്കിൽ അവർ തുടർന്ന് വരുന്ന പരമ്പരാഗതമായ വിശ്വാസമോ ഒക്കെയാണ്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ പോവുകയും പോലീസ് തടഞ്ഞിട്ടും അവർ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിലനിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാ തീരാത്ത അല്ലെങ്കിൽ കണ്ടു തീരാത്ത അത്രയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പാലിച്ചു പോകുന്ന ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ചിലയിടത്ത് ഈ നമ്മൾ പണ്ട് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഇറച്ചിയും കള്ളവും ഒക്കെ ഈ ഒരു പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ മഞ്ച് പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രമുണ്ട്, കുരുതികൾ നടക്കുന്ന ക്ഷേത്രമുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും വ്യത്യസ്തപരമായ ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അളവ് ഒന്നുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഓരോ രീതിയിലുള്ള പ്രത്യേകതയാണ്. ഈ ഒരു തമിഴ്നാട് തന്നെ പല അമ്പലങ്ങളുടെ ഒക്കെ അകത്തേക്ക് അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പുറത്തേന്നുള്ള ഒരാൾക്കും പ്രവേശനമില്ല. അപ്പൊ ഈ ബിരാജ ക്ഷേത്രം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. അതേപോലെ തന്നെ അവിടെ ഭക്തർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഭക്തർക്ക് ഭക്തിപരമായിട്ട് അകത്തേക്ക് ചെല്ലാനുള്ള ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ടൂറിസം സെന്റർ അല്ല, നമുക്ക് വെറുതെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമല്ല അത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ഒരു 10ഓളം ഫോറിനേഴ്സ് ആണ് അവിടേക്ക് ചെല്ലുന്നത്. ആദ്യം തന്നെ ഭക്തരാണെങ്കിലും അവർക്കെല്ലാം ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം അവർക്ക് ഫോറിനേഴ്സിനോട് എതിർപ്പൊന്നുമില്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം, അവരുടെ ആചാരം അത് മുറിവേൽക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുകളോ ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു ഫോറിനേഴ്സ് എന്ന് പറയുന്നത് ഒഡീഷയിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഗജരാജിലേക്ക് അല്ലെങ്കിൽ രജപൂരിലേക്ക് വന്നതുകൊണ്ടോ ഒന്നും അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അവരുടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് വെറുതെ ഒരു കാണികളെ പോലെ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പോലീസും അവരെ എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതേപോലെ നിയമപരമായിട്ട് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഫോറിനേഴ്സ് റൂൾസ് അനുസരിച്ചിട്ടാണ് എങ്കിലും നമുക്ക് പോകാനും സഞ്ചരിക്കാനും എല്ലാ രീതിയിലുള്ള അവകാശം നമ്മളെ പോലെ തന്നെ ഈ വിദേശ പൗരർക്കും നമ്മുടെ രാജ്യം കൊടുത്തിട്ടുണ്ട്. അതനുസരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും പല സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ആചാരങ്ങൾ തടഞ്ഞ അല്ലെങ്കിൽ ആചാരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു രീതിയും ഒരു കാര്യവും അവിടുത്തെ പോലീസ് സേനയ്ക്ക് പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ വിദേശികളെ തടഞ്ഞത്, നിങ്ങൾ അകത്തേക്ക് പോകരുതെന്ന്. പക്ഷേ പോലീസിനോട് തർക്കിച്ച് അവരകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഭക്തർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അവിടുത്തെ പൂജാരിമാർ ഇവരെ തടഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അവിടെ വഴിതെളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മുടെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാണിയാണ് അവിടെ. നമുക്ക് കൂടുതൽ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെ ആയിരിക്കില്ലേ ആഗ്രഹം. ഇപ്പൊ ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഈ ഒരു കേരളത്തിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇത് നമ്മൾ പുറത്തെ സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരു സംതിങ് സ്പെഷ്യൽ ഒരു സ്ഥലം കാണുകയാണ്. അപ്പൊ എനിക്കും ആഗ്രഹം ചേട്ടനും ആഗ്രഹം അത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അതിന്റെ അകത്ത് എന്താണെന്നുള്ളത് കാണാമെന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്കും ഓരോരുത്തരുടെയും വിശ്വാസങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. അവർ തലമുറകളായി പിന്തുടർന്നു വരുന്നതായിരിക്കും ഇതൊക്കെ ഒരു നിമിഷം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കാണികൾക്ക് കാഴ്ച വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് കണ്ട് രസിക്കാനുള്ളതോ ഒരു കാര്യമായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ ആവില്ലേ അവിടുത്തെ ഒരു ഭക്തർക്ക് ഇത്രത്തോളം ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ കാരണം? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ സന്ദർശിക്കാനുള്ള, യാത്ര ചെയ്യാനുള്ള, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
ഒരു ലിമിറ്റേഷൻ അപ്പുറത്തേക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ, ഇത്തരം രീതികളെ മറികടന്നുകൊണ്ട് ഒരു വിസ എടുത്ത് വരുന്ന മറ്റൊരു രാജ്യത്തെ പൗരനാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. അവരുടെ രാജ്യത്തെ അനുശാസിക്കുന്ന നിയമം എന്താണോ ആ നിയമത്തിനനുസൃതമായ ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കും. അതിനവർ ഈ പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തെ പൗരനാണ് എന്നൊരു കാര്യവും നോക്കാറില്ല. ഈ ഇടക്കാലത്ത് വന്നൊരു വാർത്തയായിരുന്നു, നമ്മുടെ കാനഡയിലാണ് തോന്നുന്നു, ഒരു പുറം രാജ്യത്താണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് അവിടെ ക്രൈസ്തവ വിശ്വാസമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് പള്ളി സ്ഥലം വിട്ടുകൊടുക്കുകയാണ്. ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പള്ളിയുടെ സ്ഥലം നിങ്ങൾ ആരാധിച്ചുകൊള്ളുന്ന രീതിയിൽ പള്ളി പണിയാനും ആ ഒരു രീതിയിലേക്ക് പള്ളി ഉൾപ്പെടെ അവരെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രബുദ്ധ മലയാളികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പള്ളി പരിസരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഓക്കെ, പള്ളി കിട്ടിയ സ്ഥിതിക്ക് പള്ളിയോടൊപ്പം കുറെ കപ്പകളൊക്കെ നടാം, കുറച്ച് വാഴകളൊക്കെ ആയി അവിടെ ഒരു ചെറിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിച്ചത്. പക്ഷേ കൃത്യമായിട്ട് അവിടെ പോലീസും തടയുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പള്ളിയാണ് വിട്ടു തന്നത്, അല്ലാതെ ഈ ഒരു ഭൂമി ഞങ്ങളുടേതാണ്, ആ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് അവിടെ ആരാധിക്കാനാണ് വിട്ടു തന്നിരിക്കുന്നത്, അല്ലാതെ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന്. അതേപോലെ തന്നെയാണ് ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ച് ഓക്കെ, പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് എണ്ണയോ ഉടങ്ങാത്ത രീതിയിലുള്ള അനുഷ്ഠാന ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ എന്റെ നാട്ടിലുള്ള വിശ്വാസം ആയിരിക്കില്ല എന്റെ അടുത്ത നാട്ടിലേക്ക് ചെല്ലുമ്പോൾ. അതേപോലെ തന്നെയാണ് ഈ ഒരു തെക്കേ ഇന്ത്യക്കാർ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു രാജ്യക്കാരാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ അധികം വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മുറിവേൽപ്പിക്കാൻ ഇനിയിപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് വിട്ടൊരു കളി എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. അതിപ്പോ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു മറുരാജ്യത്തിനെയും കൂടെ പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ റൂൾസ് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ഒരു കൃത്യമായ കാര്യമാണ്. നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിനപ്പുറത്തേക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും കയറി ചെല്ലുകയാണെങ്കിൽ അത് ട്രസ്റ്റ് പാസിംഗ് ആണ്. അതിൻ്റെ ഈ ട്രസ്റ്റ് പാസിംഗ് നിയമം അനുസരിച്ച് കൃത്യമായ നടപടി അവരെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ പോകാൻ നമ്മുടെ ഗവൺമെൻറ് അവർക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലങ്ങൾ, വാഹനങ്ങൾ, അവർക്ക് പോകാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് മറ്റ് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, ഇതൊക്കെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം എൻ്റെയോ ആതിരയുടെയോ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഞാൻ ഫോറിനറാണ്, എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയാൽ അകത്ത് പോകും, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് നമ്മളിരിക്കുന്ന ഈ സ്റ്റുഡിയോക്കകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയാണെങ്കിൽ നമ്മൾ നിയമപ്രകാരം നടപടിയെടുക്കും. അത് കൃത്യമായിട്ടും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ നാട്ടിലെ ഒരു ആചാരം, അവിടെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ മനുഷ്യത്വരഹിതമായ വിശ്വാസം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ അവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത്, അവർ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ, മറ്റൊരു കാര്യമില്ലാതെ അവരുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ അവരുടെ ദേവതയെ അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന ഗ്രാമദേവതയെ എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത്, അങ്ങനെ കൊണ്ടു നടക്കാനും ആചരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു വേർഷിപ്പ് എന്ന് പറയുന്ന അവകാശം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു ഉള്ള കാലത്തോളം നമുക്ക് ഈ ഫോറിനേഴ്സിനെ അവിടെ വന്നിട്ട് അതിക്രമിച്ച് ശരി ഞങ്ങൾ ഭക്തരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാഴ്ച കാണണം, എന്താ കാഴ്ച കണ്ടാൽ ഞങ്ങൾ മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കടന്നു കയറുക എന്ന് പറയുന്നത് അത് അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യമാണ്, അതിര് കവിഞ്ഞ കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസൃതമായ നിയമ നടപടികളും നേരിടേണ്ടി വരും. കാരണം അവർ ചെയ്ത തെറ്റ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയിൽ നിയമം നടപ്പിലാക്കുന്ന അതോറിറ്റിയാണ് പോലീസ് എന്ന് പറയുന്നത്. ആ പോലീസ് തടഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമോ? പോലീസ് തടഞ്ഞാൽ, ഒരു നിയമം നടപ്പിലാക്കുന്ന ഒരു ഏജൻസി തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം അവിടുത്തെ നിയമം നിങ്ങളെ വിലക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ അവർ പറയുന്നത്. അത് മനസ്സിലാക്കാതെ അവിടത്തേക്ക് കടന്നു കയറുകയും അവിടെ ഒരു ഷോ കാണിക്കാൻ ശ്രമിക്കുകയും അവരുടെ ആചാരത്തെയും വിശ്വാസത്തെയും ഒക്കെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവിടെ ഒരുപക്ഷെ ഇവർക്ക് ഇത് കഴിഞ്ഞ് പോവാം. അവിടെ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും പോലീസും സംസ്ഥാന സർക്കാരും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരുമാണ്. കാരണം അവരുടെ ഒരു വിശ്വാസത്തെ മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രത്തോളം അകമണിഞ്ഞ് ഒരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അപ്പോൾ ആ ഒരു സ്ഥലം, ആ ഒരു ആൾക്കാർ മുഴുവൻ അതിനെ വളരെ ആരാധനയോട് കാണുന്ന, ഒരു പവിത്രമായി കാണുന്ന ഒരു സ്ഥലത്തെ ഒരു പവിത്രതയും ഇല്ലാതെ, ഒരു കാഴ്ച ബംഗ്ലാവൊക്കെ കാണുന്ന രീതിയിൽ, എന്തോ ഒരു അത്ഭുത സാധനം കാണുന്ന രീതിയിൽ യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും ഇല്ലാണ്ട് വെറുതെ കയറി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയായിരിക്കും. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പല ബുദ്ധക്ഷേത്രങ്ങളിലും ഇതേപോലെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആർക്കിടെക്ചർ ആയിരിക്കും ആ ഒരു സ്ഥലങ്ങളിലൊക്കെ. നമുക്ക് ഒരു മൊബൈൽ എടുത്ത് ക്യാപ്ചർ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ശക്തമായ എതിർപ്പ്, അല്ലെങ്കിൽ അവിടെ അത് സാധ്യമല്ല. കാരണം ഇത് നിങ്ങൾ ആസ്വദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്
കാണുന്നതിന് തന്നെ ഒരു പരിമിതിയുണ്ട്. അവിടെ പോയി ഒച്ച വെക്കാനോ ശബ്ദിക്കാനോ ഒന്നും നമുക്ക് അവകാശം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ റൂൾസ് പാലിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് കയറാമെന്നുള്ളതാണ്. അതേപോലെ പല ബുദ്ധക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. അതേപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഇവിടെ എന്ത് നടക്കാവുന്ന രീതിയിൽ വന്ന് കയറുക, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസിന് ഒരു വിലയും കൊടുക്കാതെ അതിക്രമിച്ചകത്തേക്ക് കയറുക, എല്ലാം കാണുക. പലരും പറയുന്നൊരു കാര്യമുണ്ട്, അവര് ക്ഷേത്രമോ അല്ലെങ്കിൽ പരിസരമോ ഒന്നും നശിപ്പിച്ചില്ല, വൃത്തികേടാക്കിയില്ല, അതിന് അവർക്കൊന്നും ക്ഷേത്ര പരിസരത്തിനൊന്നും സംഭവിച്ചിട്ടുള്ള ഒരു കയറിയതുകൊണ്ട്. അങ്ങനെയല്ല, അതൊരു വിശ്വാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്നും ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യം നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. തീർച്ചയായിട്ടും.